നമസ്കാരം. 14 ഇനം വിളകൾക്ക് കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. നെല്ലിന്റെ അടക്കം താങ്ങുവിലയിൽ ഇപ്പോൾ വർധനവുണ്ടായിട്ടുണ്ട്. ഇന്നലെ ചേർന്ന കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിലാണ് ഈ സുപ്രധാനമായ തീരുമാനമുണ്ടായത്. ഹരിയാനയിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന നീക്കം ഉണ്ടായത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. കർഷക രോക്ഷമാണ് NDA മുന്നണിക്ക് സീറ്റ് കുറച്ചത് എന്നുള്ള ആക്ഷേപം BJPക്ക് ഉള്ളിൽ തന്നെ വളരെ ശക്തമാണ്. ഇത് മനസ്സിലാക്കി കൂടിയാണ് ഇപ്പോൾ നിർണായകമായ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നെല്ലിന് ക്വിന്റലിന് 117 രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട്. ഇതോടുകൂടി നെല്ലിന്റെ താങ്ങുവില ക്വിന്റലിന് 2300 രൂപയായി ഉയരും. റാഗി, ചോളം, പരുത്തി എന്നീ വിളകൾക്കും നിലവിൽ താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തേങ്ങയുടെ താങ്ങുവില കിലോയ്ക്ക് 23 രൂപയായും ഉയർത്തിയിട്ടുണ്ട്. കിലോയ്ക്ക് 1 രൂപ 17 പൈസയാണ് നിലവിൽ കൂടിയിരിക്കുന്നത്. കർഷകർക്ക് നിർണായക സ്വാധീനമുള്ള സംസ്ഥാനങ്ങളാണ് ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നിവയൊക്കെ. ഇവിടെയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം തന്നെ ഉണ്ടാകും. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നും കർഷക സംഘടനകളുടെ പ്രതികരണങ്ങൾ കേന്ദ്ര സർക്കാർ കണക്കിലെടുത്തു എന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. നെല്ലിന് 2014-15 കാലയളവിൽ ഉണ്ടായിരുന്ന താങ്ങ് വിലയുമായി താരതമ്യം ചെയ്താൽ 69% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല കർഷകർക്ക് താങ്ങുവിലയായി മാത്രം 2 ലക്ഷം കോടി രൂപ ലഭിക്കുമെന്നും കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് 35,000 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു. മൂന്നാം മോദി സർക്കാർ കർഷകരുടെ ക്ഷേമത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് എന്നും ഉൽപാദന ചെലവിന്റെ 1.5% ഇരട്ടിയെങ്കിലും താങ്ങുവില വേണമെന്നുള്ള നയപരമായ തീരുമാനം വർധനവിൽ പാലിച്ചിട്ടുണ്ട് എന്നുകൂടി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും NDA സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ നിർണായക തീരുമാനത്തിൽ കേരളത്തിലെ കർഷക സമൂഹമടക്കം വലിയ ആഹ്ലാദമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കർഷകർ രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അവർ നടത്തിയ പ്രതിഷേധങ്ങൾ, ഇതൊക്കെ കുറച്ചുകൂടി കാര്യമായി മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും മുഖവിലേക്ക് എടുക്കാതെ മുന്നോട്ട് പോയത് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ NDAക്ക് വലിയ തിരിച്ചടി സമ്മാനിച്ചത്. ആ തെറ്റുകൾ തിരുത്തി തുടങ്ങുകയാണ് മോദിയും കൂട്ടരും. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ നിർണായകമായ നീക്കമുണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.